ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നേവി ബ്ലൂ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് എടുത്തത്. അതിൽ മെയിനായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് റെഡ്, വൈറ്റ്, പിന്നെ ഗ്രീൻ കളർ ലീഫും സ്റ്റെമ്മും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ 2 ടൈപ്പ് ഓഫ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലേസി ഡേസിയുടെ സ്റ്റിച്ചും, പിന്നെ സ്റ്റെമ്മിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ചും, പിന്നെ ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ചുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊരു ഫ്ലവർ എന്ന് പറയുന്നത് വോവൻ വീല് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്ത ഫ്ലവറാണ്. അപ്പോൾ ഇതിൽ ലൈറ്റ് പിങ്ക് ആൻഡ് റെഡ്, വൈറ്റ്, ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന പോലെയാണ് ആൾ ഓവർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ 2 ലെയർ ആയിട്ടാണ് നമ്മൾ 2 പാനൽസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു പാനൽ വരുന്ന പോലെ, പിന്നെ നമ്മൾ അതിൻ്റെ 2 സൈഡും വീനെക്കായിട്ട് 2 സൈഡും കംപ്ലീറ്റ്ലി ആൾ ഓവർ വരുന്ന പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ത്രെഡിൽ ചെയ്ത എംബ്രോയ്ഡറിയാണ്. ഇപ്പോൾ നെവി ബ്ലൂവിൻ്റെ നല്ല കോമ്പിനേഷൻ, അതിൻ്റെ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള റെഡ് കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇട്ടതിന് ശേഷം ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ ഓർഡർ വേണമെങ്കിൽ, ഇതേപോലത്തെ ഡ്രസ്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സ്ലീവ് ക്യാപ് സ്ലീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ കുറച്ച് ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പായിരുന്നു. അപ്പോൾ ഞാനതൊരു സ്ലീവ്ലെസ് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്ലീവ് അതിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൾ ഓവർ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഒരു നേവി ബ്ലൂവിൽ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഓർഡേഴ്സ് നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഓർഡർ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഓൺലൈനിലൂടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേറെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ എന്നുള്ളത് നിങ്ങൾ പറയണം. ഇപ്പോൾ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എംബ്രോയ്ഡറി കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം. ആ ഒരു വൈറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് കൊണ്ടും, ആ റെഡ് ഫ്ലവർ എന്ന് പറയുന്നത് അത് ലേസി ഡേസി സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ സ്റ്റെമ്മും ലീഫും എല്ലാം നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ വേറൊരു ഫ്ലവർ കൂടെ ആഡ് ചെയ്തത് വോവൻ വീലിൻ്റെ ഫ്ലവറാണ്. അപ്പോൾ ഇത് നമ്മൾ ആൾ ഓവർ ബോഡി കംപ്ലീറ്റ് ആയിട്ടും താഴെ വരെ നമ്മൾ ഇത്രയും എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഇതിൽ ബീഡ്സ് കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി ത്രെഡ് വർക്ക് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു. എംബ്രോയ്ഡറി നമുക്കൊരു 3 പാക്കായിട്ട് വരുന്ന ആമസോണിൽ നിന്ന് മേടിച്ച ത്രെഡായിരുന്നു അത്. ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് തന്നെ ആയിട്ടാണ് വരുന്നത്. നമ്മളിങ്ങനെ ഒരു സ്റ്റാൻസ, ഒരു 6 സ്റ്റാൻസ വരുന്ന ഒരു ത്രെഡായിട്ടാണ് വരുന്നത്. അതിൽ നമ്മൾ 2 സ്റ്റാൻസ് എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനിയും ഞാൻ ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. താങ്ക് യു.